മിസ് കാതറിൻ ജേക്കബ്. എന്റെ പേരെങ്ങനെ? ഒരു പേരറിയാൻ എത്ര പാടോ? ജെകെ, ഐ ആം സീരിയസ്. എങ്ങനെ അറിഞ്ഞു? ആഹാ, എന്റെ പേര് താനെങ്ങനെ അറിഞ്ഞു? പ്ലീസ് പറയ്, എങ്ങനെ അറിഞ്ഞു? നീനുവിന്റെയും യൂണിയന്റെയും ഈ സീക്രട്ട് ഫ്രണ്ടിനെ ഞാൻ അറിയാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. അറിഞ്ഞു. താൻ ഇനി എന്നെ വിളിക്കാൻ നിൽക്കരുത്. അതെന്താ? അത് താൻ അറിയണ്ട. നിക്ക്, എനിക്കറിയണം. ഇനി തന്നെ തൊട്ട നിങ്ങളുടെ സൗന്ദര്യം പണം കൊണ്ട് നോക്കുമ്പത്തി ഉള്ള പെണ്ണുങ്ങൾ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. എന്നാ കൂട്ടത്തിൽ ശരിയാ, ഞാൻ അറിഞ്ഞ പെണ്ണുങ്ങളെല്ലാം ഇന്നേ വരേക്കുള്ള തലോടിയിട്ടേ ഉള്ളൂ. ആദ്യമായിട്ടാ ഇതുപോലൊരു തലോടെ കിട്ടുന്നത്. ഈ ശരീരത്തെ ജീവനോടത്തോളം കാലം ഞാൻ ഈ അടിമറിക്കില്ല നിന്നെയും. എടാ ജേക്ക് എവിടെ? അവൻ പള്ളിയിൽ പോയടാ. പള്ളിയിലോ? ഇത് പതിവില്ലാതൊരു പള്ളി പോക്ക്. ആ വെറുതെ നമ്മ പോവാൻ തോന്നിയെന്ന് പറഞ്ഞു. ആ അവൻ വന്നല്ലോ. ഇത്ര പെട്ടെന്നെത്തിയോ? പള്ളിയിൽ പോയിട്ട് എന്തൊക്കെ പറഞ്ഞു? ജേക്കേ, ഡാ ഇവനെന്തൊന്നും മിണ്ടാത്ത? ഡാ കോപിച്ചാ? എന്തോ ഒരു പ്രശ്നമല്ലേ? അതിന് മുഖമൊക്കെ ആക്കി വാടിയിരിക്കുമോ? എന്തോ പറ്റുന്നാവോ? ഞാൻ നോക്കിയിട്ട് വരാം. നീക്കടാ, ഞങ്ങളും വരുന്നു. ആ ജേക്കേ, ഡാ നീ ഇതെന്താ ചെയ്യുന്നത്? മാറിക്കോ. എടാ നീ ഇത് കൊണ്ട് എവിടേക്കാ? ഹോബി മാറ്. ജൂണി, എന്താടാ നീ ഇത് കണ്ടോ? എടാ എടാ നോക്കിയേ. ജേക്കേ, എന്താ? എന്ത്? നീ നട്ടുച്ചൊക്കെ കുപ്പിയും കൊണ്ട കാണാം. എന്താ നട്ടുച്ചൊക്കെ കുടിക്കാൻ പാടുന്നുണ്ടോ? ജേക്കേ, എന്താടാ കാര്യം? ജൂനി മാറ്. ഇതെനിക്കിപ്പോ വേണം. ഇന്നലെ നീ കുടിച്ചതിന് വരെ വീടിൻ്റെ അടുത്ത് ഞങ്ങളെ പണക്കാൻ കേട്ടെ. മതി, താഴെ. ജൂണി മാറാൻ. ആടാ നീ എന്തെങ്കിലും ചെയ്. പറഞ്ഞാ പണ്ടേ നീ കേൾക്കില്ലല്ലോ. ജൂണി, എടാ ഐം സോറി, ബട്ട് എനിക്കിപ്പോ ഇത് വേണം. നീ എന്തെങ്കിലും ചെയ്, എന്നെ അറിയിക്കണ്ട. ജേക്കേ, നീ വല്ലതും കഴിച്ചോ? ഇല്ല, കഴിക്കാൻ നിൽക്കട്ടെ. വേണ്ട, നിങ്ങൾ വെക്കോ. ജേക്കെ, കുടിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഓവറാവരുത്. നീ വന്ന ഞങ്ങൾ മറുപടി പറയില്ല. ഇല്ല ശിവ, നീ വെക്കോ. ജാക്സ, നീയും വെക്കോ. എനിക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണം. ആടാ, ശരി. ക്ലാസ് കഴിഞ്ഞില്ലേ? എന്തൊക്കെയാ? വാ പോവാം. ആ എന്താടി? എടാ, അവന്മാരുടെ വല്ല കോണ്ടാക്ട് നമ്പർ ഉണ്ടോ? ആരുടെ? നമ്മുടെ ഗ്യാങ്ങിന്റെ. കോണ്ടാക്ട് നമ്പർ എന്തിനാ? എല്ലാം കൂടെ എന്റെ വീട്ടിലൊന്നും നടപ്പുണ്ട്. അവിടെ ഉണ്ടോ? ആടി, ജിമിന്റെ കല്യാണമായിട്ട് വന്നതാ. ഓ, നീ ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങ. ആടാ, ഓക്കെ. ഇവര് രണ്ടുപേരും എടി ഇവര് നിങ്ങൾ വരുന്നുണ്ടോ? ആ ഇതാ വരുന്നു. എന്താണ്? ഏയ് പിന്നെ പറയടി. ബൈ ബൈ. നീനു വന്നു വന്ന് നിനക്ക് തീരെ മാനേഴ്സ് ഇല്ല കേട്ടോ. അതെ, ഇനിയിപ്പോ നിങ്ങൾക്ക് എനിക്ക് മാനേഴ്സ് ഇല്ലാത്തോട്ട് തോന്നും. യൂണിവൊക്കെ എന്താ പറ്റേ? എനിക്കറിയില്ല വിയേട്ടാ. നീനു അയ്യോ ഓക്കെ. സർ, എനിക്ക് പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ല. എനിക്കിപ്പോ വീട്ടിൽ പോകണം. സാറോ? എടി ഞാനത് കോളേജിൽ വെച്ച് പറഞ്ഞതാ. നമ്മളിപ്പോ അവിടെ നിന്ന് പോകുന്നില്ലേ? വേണ്ട, ഇനി അങ്ങനെ തന്നെ ഇരുന്നാൽ മതി. നീനു, യൂനി, നീ വിടണ്ട. നീനു എന്താ കാര്യം പറ. വണ്ടി എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ ഇറങ്ങണോ? ഓക്കെ, ഞാൻ എടുക്കാം. ആ, നിങ്ങൾ എത്തിയോ? ചായ എടുക്കട്ടെ മോനെ? വേണ്ടമ്മ, എനിക്കെന്റെ നീനുവിന്റെ ടീ മതി. നീനു എന്താ? ടീ ഇട്ടുതരോ? എനിക്ക് സൗകര്യമില്ല. നീനു,
അമ്മ, നീ എന്തെങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സോറി അമ്മ, എന്നോടല്ല അത് പറയേണ്ടത്. ചായ ഇട്ട് കൊടുക്ക്. അമ്മ വേണ്ട, ചായ വേണ്ട. മോനെ വി, എന്താണ് നിനക്ക്? ഇങ്ങനെയാണോ എന്നോട് പെരുമാറുന്നത്? അമ്മ പ്ലീസ്. എന്ത് പ്ലീസ്? കാര്യം എന്താ? ഒന്നുമില്ല. ആ, അവളെ റൂമിലേക്ക് പോയിക്കോട്ടെ. യൂനി, മോളെ എന്താ കാര്യം? ഏയ് അതൊന്നുമില്ലമ്മ, ചെറിയ സൗന്ദര്യപ്പിണക്കം. ഓ, ഈ പിള്ളേര് വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ. അമ്മ അത് വീട്. നീനു, എന്ത് പറ്റിയാണോ? സർ പ്ലീസ് മാറ്. എടോ, താൻ ഈ സാറുവിളി ഒന്ന് നിർത്ത്. ഓക്കെ, താൻ കോളേജിൽ വിയട്ടാൻ തന്നെ വിളിച്ചു. പ്ലീസ് ഒന്ന് നിർത്ത്, എനിക്ക് സഹിക്കുന്നില്ല. മാറ്. നീനു, എന്ത് പറ്റി? ഹലോ, എടാ ബി, നീ എവിടാ? ഞാൻ നേരെ ക്ലാസ് കഴിഞ്ഞപ്പോൾ എത്തിയുള്ളൂ. നീ ഒന്ന് വീട്ടിലേക്ക് വന്നേ. എന്ത് പറ്റി? നീ വാ, ജിമ്മിയെ കൂട്ടിക്കോ. ആ ശരി. ജിമി, നമുക്കൊന്ന് വീട് വരെ പോയിട്ട് വരാം. എന്താണ്? അറിയില്ല, അമ്മാരെ വിളിച്ചിട്ടാ. നിങ്ങൾ രണ്ടവിടെ പോവാ? ടീ വേണ്ടേ? അവിടെ വെക്ക്. നിങ്ങൾ വരുന്നുണ്ടോ? അവിടെ പോവാ. അപ്പുറത്ത് വീട് തരാം. ആ, ഞങ്ങൾ വരുന്നു, പോവല്ലേ? യൂനി വാ, അടി. എന്ത് പറ്റിയാണോ? എടാ, നീ ഒന്ന് മേളേക്കല്ല, എന്താ? നീ ഒന്ന് ചെല്ല്. ആ, ഓക്കെ. യൂനി, ആ ആ, നിങ്ങൾ ഇങ്ങോട്ട് വാ, ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാം. മേലെന്താ? ഏയ്, മേളൊന്നുമില്ല. ജേക്ക് നിങ്ങൾക്ക് ചോക്ലേറ്റ്സ് മേടിച്ചിട്ടുണ്ട്, കഴിച്ചോ? ആഹാ, ഞാൻ ആലോചിച്ചേ ഉള്ളൂ ഇന്നത്തെ ചോക്ലേറ്റ് കിട്ടിയില്ലല്ലോ. എന്നാ എന്താണ് ജാക്സൺ? എടാ, ജേക്കേൻ്റെ റൂമിലേക്ക് വരാം. ജേക്കെ, ഡാ ഡാ, നീ ഇതെന്താ ചെയ്യുന്നേ? ജേക്കെ, എടാ എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. ജിമി, നീ ഒന്ന് പിടിച്ചേ, കട്ടിലേക്ക് എടുത്തോ. ജേക്കെ, എന്ത് പറ്റി? വി, നിനക്കറിയാലോ എനിക്ക് അവൾ എന്തോരം ഇഷ്ടമാണ്. ആരുടെ കാര്യം? എടാ പറ്റോ? ഓ ആ, അതിനിപ്പോൾ എന്താ? എടാ, ഇന്ന് അവൾ എന്നെ നിന്നെ അവൾ ഇന്നൊന്ന് തലോടി. തലോടിയോ? ആ, എൻ്റെ കവളത്ത് ടപ്പേന്നൊരടി. ലൈഫിൽ ഫസ്റ്റ് ടൈം ഒരു പെണ്ണിൻ്റെ തന്നെ മേടിച്ചു. ആ, അവൾ നിന്നെ തല്ലിയോ? ജിമ്മി, അവിടെ ഇരി, പറയട്ടെ ഞാൻ. അവൾക്ക് എന്തൊരു ധൈര്യം ഉണ്ടെങ്കിൽ നിന്നെ തല്ലും? ആ, നിങ്ങളത് വിട്, ഞാൻ പറയുന്ന കേക്ക്. നിന്നെ തല്ലിക്കൊണ്ട് നീ അതും മേടിച്ച് വീട്ടിൽ വന്നിരിക്കുന്നു. എടാ, ആ തല്ല് അതെനിക്ക് ശരിക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു. പ്രേമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തല്ലിയാലും കൊന്നാലും അത് സ്നേഹമായിട്ടേ തോന്നും. അത് നിന്റെ തെറ്റല്ല, എല്ലാവരും അങ്ങനെ തന്നെ. എടാ, നിങ്ങൾ കേക്ക്. നിങ്ങൾക്കറിയോ, നിങ്ങളുടെ ഭാര്യമാർക്ക്, അതായത് എൻ്റെ നീനുനിക്കും അവളെപ്പറ്റി എല്ലാം അറിയാം. അവൾ ആരാ, എന്താ, അവളുടെ സ്റ്റോറി ഫുൾ അറിയാം. ബട്ട് എന്നോട് അവളുമാരത് പറയുന്നില്ല. ആ, അവർക്കറിയാം, പക്ഷെ എന്തൊക്കെയോ അറിയുള്ളൂ, എന്തൊക്കെയോ അല്ല. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് അവർ രണ്ടുപേരും. അവൾക്കാകെയുള്ള 2 ഫ്രണ്ട്സ്. ഞാൻ ഇത്ര ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയിട്ട് ഒരു വാക്ക് പോലും അവൾ ആരാണോ, അവളുടെ പേര് പോലും അവരാരും എന്നോട് പറഞ്ഞില്ല. അതാ എനിക്ക് സങ്കടം. നിനക്കിപ്പോൾ എന്താ അവളെപ്പറ്റി അറിയണം? അവർ രണ്ടുപേരും നിലത്തുണ്ട്, വിളിച്ചിട്ട് വരട്ടെ? വേണ്ട. എടാ, ഞാൻ അവരെ കുറ്റപ്പെടുത്തിയതല്ല, പക്ഷേ ഇന്ന് അവൾ അടിച്ചടിയുണ്ടല്ലോ. ജേക്കെ, നിനക്ക് ശരിക്കും ഭ്രാന്തായിരിക്കാം. പറയുന്ന കേക്ക്. നീ കുപ്പി മാറ്റി വെക്കും. അതെടുത്തോ, അതിന് ഇനി ഒന്നുമില്ല.
എടാ നിനക്കിത് എന്താ? വെയിറ്റ്, ഞാൻ അവരെ വിളിച്ചിട്ട് വരാം. ജിമ്മി വേണ്ടടാ, അവര് പാവാടാ. പാവാണോ പാവാടയാണോന്നൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇവിടെ എന്താ? ജെകെ ജെകെ ഇവനിതെന്ത് പറ്റി? യൂനി, ഉം? ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, സത്യം മാത്രം പറയണം. ആ ചോദിക്കേ. ഈ ക്യാതറിൻ ജേക്കബ് ആരാ? ആ എന്താ അറിയില്ലേ? ഇല്ല, ഞങ്ങൾക്കറിയില്ല. നീനും മതി. നീ എന്തിനും നുണ പറയുന്നത്? വിയേട്ടാ, നീനോടോ സത്യം പറ, നിനക്ക് ക്യാതറിൻ അറിയില്ലേ? അത് അറിയാം. അത് ഞങ്ങൾക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ചോദിച്ചത്. നിങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ, എന്നിട്ട് ഇവൻ ഇത്രയും ചോദിച്ചിട്ട് നിങ്ങൾ എന്തൊന്നും ഇണ്ടാത്ത? ജെകെ ഒന്നും വിചാരിക്കല്ലേ പ്ലീസ്. നിന്നോട് ഇഷ്ടമില്ലാണ്ടോ അല്ലെങ്കിൽ നീ അവളെ കൂടി ചേരണമെന്ന് ഞങ്ങൾ വിചാരിക്കാത്തതുകൊണ്ടോ അല്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലല്ല അവളിപ്പോൾ. എന്ത് സിറ്റുവേഷൻ? അവക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാനുണ്ടാവും. എനിക്ക് അത്ര ഇഷ്ടമാണ് അവളെ. ജെകെ ഞങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ നീ വിചാരിക്കുന്ന കൂട്ടല്ല കാര്യങ്ങൾ. എന്താ കാര്യം എന്താന്ന് പറ. അത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. യുവിനി, സോറി ജമിനേട്ടാ, പറയാൻ പറ്റില്ല. പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. അതെന്താ പറയാൻ പറ്റാത്ത? ഞങ്ങളെ വിശ്വസിച്ച് അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരാളുടെ അടുത്ത് ഞങ്ങൾ ഷെയർ ചെയ്യില്ല എന്ന് വിചാരിച്ച് പറഞ്ഞത്. അവൾക്കൊടുത്ത വാക്ക് ഞങ്ങൾ ഒരിക്കലും തെറ്റിക്കില്ല. അവളുടെ ലൈഫിൽ ആകെ ട്രസ്റ്റ് ചെയ്യുന്ന രണ്ട് ആളുകൾ ഞങ്ങളാണ്. ഞങ്ങളെ കൂടി എല്ലാം തെറ്റിച്ചു എന്നറിഞ്ഞ പ്ലീസ് നിർബന്ധിക്കല്ലേ. വീട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അവളൊരു കാര്യമില്ലാണ്ട് ഇങ്ങനെ പെരുമാറിയില്ലെന്ന്. ഇപ്പം എനിക്കും തോന്നുന്നുണ്ട് അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വെറുതെ അവരെ ടോർച്ചർ ചെയ്യല്ലേ. ജെകെ അങ്ങനൊന്നും പറയല്ലേ. ടോർച്ചറിങ് അല്ല. ഞങ്ങൾക്ക് നിന്നോടെല്ലാം പറയണമെന്നും നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് കാണണമെന്നുണ്ട്. പക്ഷേ ദാറ്റ്സ് ഓക്കെ നീനു. വി ആർ സോറി. ആ അതൊക്കെ വിടും. ഇന്നെന്താ എല്ലാവരുടെ പരിപാടി? പ്രത്യേകിച്ചൊന്നുമില്ല. എന്താണോ, നമുക്ക് ഗ്രില്ലടിച്ചാലോ? ആ അത് നല്ല ഐഡിയാണ്. ജെക്കെൻ്റെ മൂഡ് ഓഫ് മാറും. നീനു യൂനി, ആ നിങ്ങളൊരു കാര്യം ചെയ്യും. നോട്ട്സ് വന്നില്ലേ, അതൊക്കെ ക്ലിയർ ചെയ്തിട്ടോ. ഒന്ന് ഇരിക്കേട്ട് ഇവിടുത്തെ പരിപാടി തുടങ്ങാം. അപ്പോഴേക്കും എത്തിയാൽ മതി. ആ ഏട്ടാ, വാ പോകാം. അല്ലടാ നീനും തമ്മിൽ വല്ല വഴക്കുണ്ടോ? ഏയ് ഇല്ലടാ. എന്തേ? ഒന്നുമില്ലടാ. അല്ലെങ്കിൽ 24 മണിക്കൂർ വിയേട്ടാന്ന് വിളിച്ച് നടക്കുന്ന കൊച്ച. ഇന്ന് നിന്നൊന്നും നോക്കുന്നു പോലും കണ്ടില്ല, അതാ ചോദിച്ചത്. ആ വഴക്കില്ലാന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയ വഴക്കുണ്ട് തോന്നി. എന്താ കാര്യം? എടാ കോളേജിൽ സ്റ്റുഡൻസിന് മുമ്പിൽ വെച്ച് എന്നെ വിയേട്ടാന്ന് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. സാറിന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. അത്രേ ഉള്ളോ? അതിനാണോ അവളിങ്ങനെ ദേഷ്യപ്പെടുന്നത്? എടാ അവളങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഹസ്ബൻഡ് വൈഫ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് സോഫ്റ്റ്നെസ് ഒക്കെ അവർ പ്രതീക്ഷിക്കും. ഇവൻ വല്ല ദേഷ്യപ്പെട്ടായിരിക്കും അവളോട് പറഞ്ഞത്. മര്യാദക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവൾ കേട്ടാണ്. ആണോടാ? നീ കൊച്ചിനോട് ദേഷ്യപ്പെട്ടോ? ആടാ, അതപ്പോ പെട്ടെന്ന് ആ കൊള്ളാം. അത് വിടും. ആ ദേഷ്യന്മാരുടെ എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം. ആ എടാ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ നന്ദുവിനെ കണ്ടടാ. നന്ദു? അതാരാ? നന്ദു ആരാണോ? എടാ കൊപ്പം നമ്മുടെ നന്ദിനിയോ? അവളെവിടെ വെച്ചുണ്ട്? നമ്മുടെ കോളേജിലോ? എന്തിനു വന്നതാ? അവളോട് ജോയിൻ ചെയ്തിട്ടുണ്ട് ടീച്ചിങ്ങിന്. ശരിക്കും? ആടാ. എടാ ജെക്കെ, നീ കേട്ടില്ലേ അവൻ പറഞ്ഞത്? നിന്റെ കോളേജ് ക്രഷ് വന്നിട്ടുണ്ടെന്ന്. എന്റെ കോളേജ് ക്രഷോ? അത് നന്ദു. അയ്യോ സോറി, മാറിപ്പോയി. അവക്ക് നിന്നോട് ക്രഷ്. ആ അങ്ങനെ പറ. എന്നിട്ട് എന്തൊക്കെ പറഞ്ഞു മിസ് നന്ദിനി തോമസ്? അങ്ങനെ അധികമൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. എല്ലാവരും അന്വേഷിച്ചെന്ന് പറയാൻ പറഞ്ഞു. നീന് കോളേജ് വിട്ട് വരുമ്പോൾ ഓരോ സമയം കൂടി കൊണ്ടോ? ജെകെ അപ്പോഴാണ് നീനു വീനോട് മിണ്ടാതിരിക്കുന്നതിനെ പറ്റി ചിന്തിച്ചത്. നീ നന്ദുവിനോട് സംസാരിച്ചപ്പോ അവിടെ നീനും ഉണ്ടായിരുന്നോ? ഞങ്ങള് കോളേജിലേക്ക് കയറി ചെന്നപ്പോഴും ഞാൻ നന്ദുവിനെ കണ്ടപ്പോഴൊക്കെ എൻ്റെ കൂടെ അവളുണ്ടായിരുന്നു. നന്ദുവിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നീനും ഉണ്ടായിരുന്നില്ല.
അതല്ല ഞാൻ ചോദിച്ചത്. നീയും നന്ദുവും കൂടി സംസാരിക്കുന്നതും നീ അവളുടെ അടുത്ത് ചെന്നതൊക്കെ നീനു കണ്ടിരുന്നു. കണ്ടിട്ടുണ്ടാവും, അറിയില്ല. എന്താടാ? നീനു എന്നോട് മിണ്ടാതിരിക്കുന്നതിന് കാരണം വിയേട്ടാന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടെന്നല്ലേ നീ പറഞ്ഞേ? ബട്ട് അതങ്ങനല്ല. ദ റീസൺ ഈസ് നന്ദിനി തോമസ്. നന്ദുവോ? എടാ, നിനക്ക് മനസ്സിലായില്ലേ? നമ്മുടെ നീയും ജലസ് അടിച്ചതാണ്. ജലസോ? എന്തിന്? എടാ പൊട്ട, കോളേജിൽ വെച്ച് വിയേട്ടാന്ന് വിളിക്കരുത്, സാറെന്ന് വിളിക്കണം എന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് അവളെ മിണ്ടാതിരിക്കുന്നതല്ലേ നീ പറഞ്ഞത്? ഷീസ് എ കോളേജ് ടോപ്പ്. പഠിപ്പിക്കുന്നവർക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് എന്താണെന്നൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം. അല്ലാതെ ഈ വക കുഞ്ഞു കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടാൻ മണ്ടിയാണ് അവള്. ഐ ഡോണ്ട് തിങ്ക് സോ. നീ പറഞ്ഞു വരുന്നത് ഞാൻ നന്ദുവിനോട് മിണ്ടിയതാണ് റീസൺ എന്നാണ്? എക്സാക്ട്ലി. നീ ഈവനിങ് അവർ വരുമ്പോ നീ നന്ദുവിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറ, അപ്പൊ നിനക്ക് മനസ്സിലാവും. ജെ കെ പറഞ്ഞാൽ ശരിയാ, ഈ ജലസി കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പം. നോക്കാം. ആ വന്നല്ലോ വനമാല. ഒന്ന് പോച്ച ജിമിനെ എന്തേ? അവരൊക്കെ ഗാർഡനിലുണ്ടേ. അല്ല, ഇതെന്താ ഹോബിച്ചനാണോ കിച്ചൺ ഡ്യൂട്ടി? ഇല്ലടാ, ഞാൻ ഐസ് ക്യൂബ് എടുക്കാൻ വന്നതാ. ജേക്ക് എഴുന്നേറ്റോ? ജിമ്മി വാച്ച് തൈരും കലക്കി കൊടുത്ത് ഷവറിന്റെ അടി കൊണ്ട് നിർത്തിയപ്പോ ആള് ഫുൾ സെറ്റ്. അവർ 3 പേര് നടന്ന് ഗാർഡനിലേക്ക് ചെല്ലുന്നു. നീനുവിനെ കണ്ടതും വി അവളുടെ അടുത്തേക്ക് ഓടി വരുന്നു. നീനു, നോട്ട്സ് കംപ്ലീറ്റ് ചെയ്തോ? യെസ് സർ. നീനു പ്ലീസ് ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. സർ പ്ലീസ് മാറ്. അവൾ വിയെ തള്ളി മാറ്റിക്കൊണ്ട് മുമ്പോട്ട് നടന്നു. യൂനി, നിനക്ക് ബിയർ ആണോ? ഏയ് വേണ്ട. ആ ഇങ്ങനെ പാടൂ. ഓക്കെ. എടാ വി, നീ അവളുടെ അടുത്ത് പോയി മിണ്ട്. എടാ നീ കാണുന്നില്ലേ? എന്ത് ചോദിച്ചാലും സാർ സാർ, എനിക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരാം. എടാ നീ പോയി മിണ്ട്, നീ അവളുടെ ഹസ്ബൻഡ് അല്ലേ? ഓക്കെ, ദേ എന്നാ ഇതുകൊണ്ടേ കൊടുക്ക്. ആടാ നീനു, എന്നാ. എനിക്ക് വേണ്ട. ചിക്കനാണോ തൻ്റെ ഫേവറേറ്റ് അല്ലേ? എനിക്ക് ചിക്കൻ വേണ്ട. എന്തായി? അവളുടെ ഫേവറേറ്റ് ആണ് ചിക്കൻ, ബട്ട് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് സീരിയസ് ആണ് കാര്യം. ജൂണി, ആടാ വരുന്നു. എടാ നീ ഈ ചിക്കൻ കൂടി നീനു എടുക്ക. ആ ഓക്കെ. നീനു എന്നാ. താങ്ക് യു. നിനക്ക് ചിക്കൻ ഇഷ്ടമാണോ? പിന്നെ എൻ്റെ ഫേവറേറ്റാ. ഓ ജേക്ക്, നീ ഇത് കണ്ടോ? ഞാൻ കൊടുത്തപ്പോൾ മേടിച്ചില്ല, ജൂണി കൊടുത്തപ്പോൾ തന്നെ മേടിച്ചു. എന്നിട്ട് അവളുടെ ഫേവറേറ്റ് ആണ് അത്ര. ഇതൊരു നടക്കുമ്പോഴോ ലക്ഷണമില്ല. നീനിപ്പോ നല്ല ദേഷ്യത്തിലിരിക്കുക. നമുക്ക് ആ ചൂട് ഒന്നും കൂടി കൂട്ടി കൊടുക്കാം. അതെങ്ങനെ? വാ പറയാം. ഇവിടെ ഇരി. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന്റെ ഇടയിൽ നന്ദുവാണ് റീസൺ. അത് നമുക്കൊന്ന് കൺഫേം ചെയ്യണ്ടേ? ഇപ്പൊ എന്താ ചെയ്യാം? നീ ഒരു കാര്യം ചെയ്യും, അവളുടെ അടുത്ത് ചെന്നിരിക്കും. എടാ അവളെ എഴുന്നേറ്റ് പോയിക്കളയും. അങ്ങനെയല്ല, അവളുടെ തൊട്ടടുത്തൊന്നും ചെന്നിരിക്കണ്ട. നീ ഷുഗറിന്റെ അടുത്ത് പോയിരിക്കും. എന്നിട്ട് നന്ദുവിനെ കുറച്ച് കുറച്ച് പൊക്കിയടിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞേക്കണ കാരണം അവന്മാർ നിന്നെ സപ്പോർട്ട് ചെയ്യും, പേടിക്കണ്ട. ഇത്തിരി നീങ്ങിരുന്നേടാ. ആ ഇരി. ഓ ഇങ്ങനൊരു കഥ എൻ്റെ അടുത്ത് വന്നിരുന്നു. നീയല്ലേ എങ്ങനെ ഓടിച്ചു വിട്ടത് എന്നും പറഞ്ഞ്? ഞാനെങ്ങനെ വൈഫല്ലേ, ഞാൻ അങ്ങനെ പലതും ചെയ്യും. ആഹാ. എടാ ഇന്നൊരു രസമുണ്ടായി. ഞാൻ നമ്മളെ നന്ദുവിനെ കണ്ടു. നമ്മുടെ നന്ദു ജയ്ക്ക് എല്ലാരും നോക്കിയത് കണ്ണർക്കി കാണിച്ചു. ആഹാ, എന്നിട്ട് എന്താ കുറെ നേരം വർത്താനം പറഞ്ഞു. അവളെ ക്ലാസ്സിൽ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തെടുത്തേക്കാ ഞാനാ. ഓ പിന്നെന്തൊക്കെ പറഞ്ഞവള്? നിങ്ങൾ പിന്നെ സംസാരിച്ചു അത് കഴിഞ്ഞ്? ആ ഇന്റർവെല്ലിന് കുറെ നേരം സംസാരിച്ചു. പിന്നെ സ്റ്റാഫ് റൂമിൽ ഞങ്ങൾ ഒരുമിച്ചാണല്ലോ, അവിടെ നിന്ന് കുറെ സംസാരിച്ചു. ജെക്കെ, ഞാൻ അത് പറയാൻ പറ്റേ, അവളുടെ ബ്രേസ്ലെറ്റില് ഒരു ജെ കിടപ്പുണ്ട്. ആ ജെയോ? ആ എന്നോട് മാരേജ് കഴിഞ്ഞു.
ഏയ് ഇല്ലില്ല, സ്റ്റിൽ സിംഗിൾ. നമ്മുടെ പഴയ നന്ദു. അവളോട് സംസാരിച്ചു വന്നപ്പോൾ കോളേജിലെ മൊമെന്റ്സ് ഒക്കെ ഓർത്തുപോയി. ചവിട്ടി കൂട്ടി എറിയും ഞാനെല്ലാം കൂടി. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ജൂനി, ഞാൻ പോവാ. നീ വരുന്നുണ്ടോ? നീ ഇതോടെ പോവാ. നീ ഇതൊന്നും കേൾക്കുന്നില്ലേ? ഇനി അത് വീട്ട് അവരുടെ കോളേജ് മേറ്റ് അല്ലേ, അതിന് നീ വരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല. ജൂനി, നിനക്കിതെന്താ? ജിമിനേട്ടാ, ഈ നന്ദു ആരായിരുന്നു? യൂനി, കർത്താവേ, ഒരു പേരടിച്ചപ്പോഴേക്ക് ഓഫായാ ഡി. എന്താ? യൂനി, നമുക്ക് വീട്ടിൽ പോകണ്ടേ? ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോ. വാവ്, അടിപൊളി. നീനു, നമുക്കെന്നാ പോയാലോ? ഞാൻ നടന്നോളാം, എന്നാരും പിടിക്കണ്ട. വെയിറ്റ്, ജിമിയേട്ടാ, എത്ര മണിയായി? 7:30. അത്രേ ആയുള്ളൂ? ഇത്ര നേരത്തെ വീട്ടിൽ ചെണ്ടതിനാ? കുറച്ചു നേരം കൂടി ഇരുന്നിട്ട് പോവാം. നീനു, നിനക്ക് നാളെ ക്ലാസ് ഉള്ളതല്ലേ, വാ നമുക്ക് പോകാം. ഞാൻ നിങ്ങളുടെ കൂടെ എങ്ങോട്ടും വരുന്നില്ല. മാറ്. വി, വേണ്ട, ഞാൻ പിടിച്ചോളാം. നീനു, എന്തു പറ്റി? ജെക്ക് ബോറടിക്കുന്നു. എന്തെങ്കിലും പറ. എന്തു പറയാ? എന്തെങ്കിലും. ഓക്കെ, ജെക്ക്, ലവ് സ്റ്റോറി പറ. ലവ് സ്റ്റോറിയോ? ഒന്ന് പോരി. നിനക്കറിയാലോ എൻ്റെ കാര്യം. ഞാൻ ആകപ്പാടെ പറയണക്കണം അവളുടെ. അവളാണെങ്കിൽ വീഴണമില്ല. പിന്നെ എന്ത് ലവ് സ്റ്റോറി? ഓ, എന്തെങ്കിലുമൊക്കെ പറ. ഓക്കെ, അന്നൊരു ഐഡിയ ഉണ്ട്. നമുക്ക് നമ്മുടെ കോളേജ് സ്റ്റോറി പറഞ്ഞാലോ? ആ, അത് നല്ല ഐഡിയ ആണ്. ഓക്കെ, പറ. ജിമേട്ടാ, എനിക്ക് നിങ്ങളുടെ ഗ്യാങ്ങിൽ ഒരു ഡൗട്ട് ഉണ്ട്. ഈ ജാക്സൺ, ഈ എണ്ണെ പറ്റി എന്താ ജിമേട്ട ഇതുവരെ പറയാഞ്ഞ്? ബാക്കിയുള്ളവരെയൊക്കെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ബട്ട് ഈ ഏട്ടൻ ഇവനൊരു വല്ലാത്ത കഥയാണ്. ഓക്കെ, ആ സ്റ്റോറി പറ. ആരാ പറയാൻ പോന്നെ? ഞാൻ പറയാം. വേണ്ട വേണ്ട, ഞാൻ പറയാം. ആരെങ്കിലൊക്കെ ഒന്ന് പറ. യൂനി, ജിമ്മേട്ടാ, താ ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ? ജിമ്മേട്ടാ, പ്ലീസ് വിളിക്കല്ലേ, ഞാൻ ഉറങ്ങട്ടെ. ഓക്കെ ഓക്കെ, വിളിക്കുന്നില്ല. വാ. എങ്ങോട്ടാ? എങ്ങോട്ടോ അല്ല വേണേ, വാ, മടി കിടന്നു. ഓക്കെ, ഒന്ന് ആരെങ്കിലും പറയോ? ഓക്കെ ഓക്കെ, ഞാൻ പറയാം. ആ, കഥ ഇവിടെ തുടങ്ങുകയാണ് മക്കളെ. പ്രൗഢഗംഭീരമായ നമ്മളുടെ കോളേജ്. എന്തുവാടാ അലമ്പല്ലേ? അല്ല, കഥയാകുമ്പോ കുറച്ച് പഞ്ചൊക്കെ വേണ്ടേ? മര്യാദക്ക് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ ഞങ്ങളൊക്കെ എനിക്ക് പോവേ. ഓക്കെ ഓക്കെ, ഞാൻ മര്യാദക്ക് പറയാം. നമ്മുടെ എല്ലാവരുടെയും കോളേജ്, ഞങ്ങൾ പഠിച്ചിറങ്ങിയതും നിങ്ങളിപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായ നമ്മളുടെ സ്വന്തം കോളേജ്. നമ്മുടെ കോളേജിന്റെ പേര് സ്വപ്നമായ 2 ഗ്യാങ്. ഒന്ന് ബങ്ടം ബോയ്സ്, അതായത് ദേ ഇരിക്കണം. ബാഡ് ബോയ്സ്. ബാഡ് ബോയ്സോ? ഈ ഊളപ്പേരൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു? എല്ലായിടത്തും ഉണ്ട് ബാഡ് ബോയ്സ്. അപമാനം. അത് പിന്നെ അന്നത്തെ ഒരു മതി മതി, വേർക്കണ്ട. അല്ല, നിങ്ങൾ 2 ഗ്യാങ്സ് എങ്ങനെ പേടി സ്വപ്നം ചെയ്ത്? പേടി സ്വപ്നം എന്ന് ഉദ്ദേശിച്ചത് അവിടെ ഉള്ള ഓരോ ടീച്ചേഴ്സിനും ഞങ്ങളുടെ പ്രശ്നം തീർക്കാനേ സമയം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വന്നതാ പേടി സ്വപ്നം. ബട്ട് നീനു, ഒരു ചെറിയ തിരുത്തുണ്ട്. എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ബങ്ടം ബോയ്സ് ഫോം ചെയ്യുന്ന സമയത്ത് ആകെ 5 പേര് അതിലുണ്ടായിരുന്നുള്ളൂ. JKM ഒക്കെ ഒരുമിച്ച കോളേജിൽ വരുന്നത്. JKനാണ് ഞങ്ങൾ ആദ്യം പരിചയപ്പെടുന്നത്, അതിനുശേഷമാണ് ബീനായിട്ട് പരിചയപ്പെടുന്നത്. ഞങ്ങളെല്ലാവരും ബിസിനസ്സാണ് പഠിച്ചിരുന്നത്. ഇവന്മാരുടെ ഗ്യാങ് ലോ ആയിരുന്നു. പിന്നെ നന്ദുവും വിയും മെഡിക്കൽ അടുത്തത്.
ഈ പല പല സെക്ഷനിൽ കിടക്കുന്ന നിങ്ങളെങ്ങനെയാ ഇത്ര ക്ലോസ് ആയത്? ഞങ്ങൾക്ക് ജയിക്കാൻ ഓൾറെഡി അറിയായിരുന്നു. വി ആണ് പുതിയതായിട്ട് വന്നത്. വി ഞങ്ങളുടെ ഗ്യാങ്ങിൽ കയറാൻ കാരണം ഇത് ഇവന്മാരാ. വിയും ജയിക്കും ഫസ്റ്റ് ടൈം വന്ന സമയത്ത് ഇവന്മാരും ഫസ്റ്റ് ഇയർ തന്നെ പഠിക്കുന്നത്. എന്നിട്ട് സീനിയേഴ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കയറി ഇവന്മാരെ റാഗ് ചെയ്തു. ഞങ്ങളത് വിളിച്ച് കയ്യിലും കൊടുത്തു. അന്ന് മുതൽ ജെയ്ക്ക് ആയിട്ടുള്ള കമ്പനി വെച്ചിട്ട് വിയും നല്ല കൂട്ടായി. പിന്നെ കോളേജിന്റെ എല്ലാ പ്രോഗ്രാംസിനെയും റെപ്രസെന്റ് ചെയ്ത് പോയിരുന്ന ഞങ്ങളുടെ ഗ്യാങ് ആയിരുന്നു. ഞങ്ങൾ 5 പേര് കോളേജിലുണ്ടായിരുന്നു. ജെ കെ കൂടി വന്നപ്പോൾ അത് 6ആയി. പിന്നെ ജെ കെ വഴി പരിചയപ്പെട്ട് വി കൂടി ചേർന്ന് അത് 7 പേരായി. വി വന്ന സമയത്ത് ഞങ്ങൾ ഇവൻ ഭയങ്കര പാവമാണെന്നാണ് വിചാരിച്ചത്. കാരണം ഈ ജാക്സനൊക്കെ പിടിച്ച് റാഗ് ചെയ്യാൻ നേരത്ത് ഇവനൊക്കെ വെറുതെ മിണ്ടാതെ നിന്ന് കൊടുത്തു. പക്ഷേ അന്ന് നിൽക്ക് ഞാൻ പറയാം, അന്ന് റാഗ് ചെയ്യാൻ നിന്നതോടുകൂടി ജാക്സനൊക്കെ പിന്നെ ഒരിക്കലും ഇവരുടെ അടുത്തായിട്ടും കൂടി വന്നിട്ടില്ല. അതെന്താ? ദാറ്റ് ഈസ് എ പവർ ഓഫ് ടേക്ക് കുക്ക്. ടേക്കോ അതെന്താ? അതറിയത്തില്ല നിനക്ക്? കോളേജിലൊന്ന് അന്വേഷിച്ചു പറഞ്ഞുതരും ടേക്ക് കുക്ക് എന്തായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടോ? ഓക്കെ, നാളെ തന്നെ അന്വേഷിക്കാം. ബാക്കി പറ. എന്നിട്ട് അല്ല, ഈ നന്ദു എന്ന് പറയുന്നത് അതാരാ? നന്ദുവോ? അതൊരു 1.5 മുതലായിരുന്നു. നന്ദുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ബാങ്ടം ബോയ്സിന് പുറത്തുനിന്ന് ഒരാൾക്ക് അഭിപ്രായം പറയാൻ അവകാശമുണ്ടെങ്കിൽ അത് അവൾക്ക് മാത്രമായിരുന്നു. അതെന്താ അങ്ങനെയെന്ന് വെച്ചാ ഞങ്ങൾ കോളേജിലെ ഹരമായിരുന്നു. എല്ലാ ബോയ്സിന്റെ ക്രഷായിരുന്നു അവള്. അത്ര ഭംഗിയായിരുന്നു കാണാനായിട്ട്. ബട്ട് അവക്കാകെ കമ്പനിയുള്ള ഞങ്ങളായിട്ട് മാത്രം. പിന്നെ ഞങ്ങൾക്ക് ചെറുപ്പം തൊട്ടേ അവൾ അറിയായിരുന്നു. അതിൽ വി ആയിട്ട് മാത്രം അവള് ക്ലോസ് അല്ലാണ്ടിരുന്നത്. ബട്ട് ഇവർ ഒരുമിച്ച് ഒരേ ക്ലാസ്സിലായ കാരണം അവരങ്ങനെ ക്ലോസ് ആയി. ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെ നടന്നു. അയ്യോ, വെയിറ്റ്. ആരാടി? 1 മിനിറ്റ്. യൂനി എനിക്ക് യൂനി എനിക്ക് കിച്ചു വിളിക്കുന്നു. അവളെന്ത് ചെയ്യുന്ന നേരത്ത് അറിയില്ല. വാ. കിച്ചു? ഏതത്? ആവോടാ, എനിക്കറിയില്ല. ഹലോ കിച്ചു, അയ്യോ ഓക്കെ. ഓക്കെ. എന്ത് പറ്റിയടി? എന്താ സൗണ്ടൊക്കെ മാറിയിരിക്കുന്നത്? ഏടി, നിങ്ങളുടെ ജെ കെ ഉണ്ടോ അവിടെ? ജെ കെയോ? എന്ത് പറ്റിയടി? എടി, ഞാൻ നാളെ കണ്ടിരുന്നു. എന്നിട്ട് ഇവളന്മാരെന്താ മാറിന്ന് സംസാരിക്കുന്നേ? ആരാത്? അറിയില്ല. 1 മിനിറ്റ്, ഞാൻ ചോദിച്ചിട്ടാണ്. ജൂനി ആരാ? ആരുമില്ല ജൂനേട്ടാ. ജൂനി പറ. അത് ക്യാതറിനോ? ജെ കെ? അയ്യോ, ജേക്കനോട് പറയല്ലേ. എന്താ? ഇടവനൊന്ന് സംസാരിക്കട്ടെ പ്ലീസ്. അതുകൊണ്ടല്ല, ജേക്കന്റെ സൗണ്ട് കേട്ടാ അവൾ ഉറപ്പായിട്ടും കട്ട് ചെയ്തു. അതുകൊണ്ടാ. നിക്ക്, ഞങ്ങളൊന്ന് നോക്കട്ടെ കട്ട് ചെയ്യുമെന്ന്. എന്താടാ? എടാ, ക്യാതറിനാണ് ഫോണില്. ക്യാതറിനോ? എന്ത് ഈ നേരത്ത്? എടാ, എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. നീ പോയി സംസാരിച്ചോ. അതെങ്ങനെ ശരിയാവും? അവരുടെ കയ്യിലല്ലേ ഫോൺ. അവരെ ഞങ്ങൾ നോക്കിക്കോളാം. നീ സംസാരിച്ചോ. ഓക്കെ. ഫോൺ താ. ഇവിടെ വാ. നീനു വാ. ജെകെ ആ കോൾ അവന്റെ ചെവിയോട് ചേർത്തു. എടി, ഇന്നൊരു ഇഷ്യൂ ഉണ്ടായി. ഞാനും ജെകെ ആയിട്ട്. ഞാൻ പറഞ്ഞില്ല ജെകെ എന്നെ കണ്ടെന്ന്. അവനെന്റെ കൈക്കേറി പിടിച്ചടി. ഞാനെന്തോ അപ്പോഴത്തെ ഒരു വെപ്രാളത്തിന് അറിയാതെ അവനെ തല്ലിപ്പോയി. അവനെന്റെ കൈക്കേറി പിടിച്ചോണ്ടാ. ഞാനെനിക്ക് അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. നിനക്കറിയാലോ എന്നെ. എടി പ്ലീസ്, നിങ്ങൾ അവനോട് ഒരു സോറി പറഞ്ഞേക്കണം. ഞാൻ പറഞ്ഞൊന്നും പറയണ്ട. മാക്സിമം അവനെ ഹേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെ വർത്താനം പറയണം. എന്നെപ്പറ്റി ഒന്നും നല്ലത് പറയരുത്, കേട്ടല്ലോ? അതെന്താ പറഞ്ഞാല്? ഹലോ, ഹൂസ് ദിസ്? ജെകെ. ജെകെ, నేను
നീനും യൂണിയൊക്കെ അവിടെ കേട്ടെ. നിന്നെ പറ്റി അവരെന്നോട് നല്ലത് പറഞ്ഞാൽ എന്താ പ്രശ്നം? ഒന്നുമില്ല, എനിക്ക് തന്നോട് സോറി ചോദിക്കണമെന്നുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അതാ ചോദിക്കാം, നിന്റെ സോറി. താൻ എന്താ എന്നെ കളിയാക്കാണോ? ഇല്ല, താ സോറി ചോദിക്കാൻ വന്നല്ലേ, ചോദിക്കുക. എനിക്ക് സൗകര്യമില്ല. നീയല്ലേ ഇപ്പൊ സോറി ചോദിക്കാൻ പോണെന്ന് പറഞ്ഞ? ചോദിക്കണം എന്നാ വിചാരിച്ചത്, പക്ഷെ നിന്റെ സംസാരത്തിൽ എവിടെയോ ഒരു അഹങ്കാരം, അതുകൊണ്ട് ഞാൻ സോറി ചോദിക്കുന്നില്ല. ഓഹോ, എന്നാ നിന്റെ നമ്പർ ഒന്നതാ, എല്ലാ ദിവസവും ഞാൻ സോറി ചോദിച്ചേക്കാം. എടോ, തനിക്ക് സ്ത്രീകളോട് മര്യാദ പെരുമാറാൻ അറിയാൻ പറ്റത്തില്ലേ? അറിയാലോ, ഞാൻ എല്ലാ സ്ത്രീകളോടും മര്യാദ തന്നെ പെരുമാറാം. പിന്നെ നീ, ഞാൻ എല്ലാ സ്ത്രീകളെയും കാണുന്ന തൊട്ടല്ല നിന്നെ കാണുന്നത്. പിന്നെ അതിപ്പോ തന്നെ പറയണോ? ഞാൻ റെഡിയാണ്. താനൊന്നും പറയണ്ട, ഞാൻ ഫോൺ കട്ട് ചെയ്യാം. അവരോട് പറഞ്ഞേക്കോ ഞാൻ കട്ട് ചെയ്തു. ആ, കട്ട് ചെയ്യല്ലേ. എന്താ? ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചോന്ന്? ഞാൻ ഫുഡ് കഴിച്ചാലില്ലെങ്കിൽ തനിക്കെന്താ? അതൊക്കെ ഞാനല്ലേ എനിത്തോട് അന്വേഷിക്കണ്ടേ? എടോ, താൻ പറയുന്ന പലപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവില്ലല്ലോ, മനസ്സിലാവാണ്ടിരിക്കാൻ വേണ്ടിയില്ല ഇങ്ങനെ പറയുന്നത്. താൻ ഒന്ന് പോയേ, ഞാൻ കട്ട് ചെയ്യാം. ഹലോ, കട്ട് ചെയ്യല്ലേ കാതറിൻ? ഹലോ, ഷേ, കട്ട് ചെയ്തു. നിന്നെ എന്റെ കൈ കിട്ടും മോളെ, വെയിറ്റ് ചെയ്യ, ഞാൻ എത്ര കാലം വേണമെങ്കിലും. എടാ, മതി അവരെ പിടിച്ചു വെച്ചത്, വിട്ടേക്ക്. എന്തായി, സംസാരിച്ചോ? ജെക്കി, അവള് ദേഷ്യപ്പെട്ടാണോ ഫോൺ വെച്ചേ? ഏയ്, ദേഷ്യപ്പെട്ടൊന്നുമല്ല, നോർമലായിട്ടാ. എവിടെ ഫോണിനാ? ഇവളുമാരെന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ആ, അവൾമാർക്ക് വട്ട. എന്തു പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല, എന്തൊക്കെയോ പറഞ്ഞു. അവളോട് സംസാരിച്ചു തുടങ്ങിയാൽ തല്ലുടിക്കാൻ ഒരു പ്രത്യേക രസം. കള്ളക്കാമുക, അടിയിട്ടിന്റെ വേനയൊക്കെ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ജെക്ക് ബ്ലഷ് അടിച്ചു. ഷേ, പോട പട്ടിക്ക്. യുനി, അവളിനി നാളെ വിളിക്കുമായിരിക്കും, അറിയില്ല. നീ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്തിട്ടേക്ക് നോക്ക്, നമ്മളായിട്ട് കൊടുത്തില്ലെന്ന്. ആ, ഓക്കെ ഡി. ഓക്കെ, കോളേജ് സ്റ്റോറിയുടെ ബാക്കി വരാം. ബാക്കിയൊന്നുമില്ല, പോയി കിടക്കാൻ നോക്ക്. അതെന്താ, തുടങ്ങിയല്ലേ ഉള്ളൂ, അപ്പൊ തന്നെ നിർത്തിയോ? ഇനി 10 മണി, പോയി കിടന്നുറങ്ങി, കോളേജിൽ പോകാനുള്ളതാ. ഷേ, നല്ല ഫ്ലോയിൽ അങ്ങ് വന്നതായിരുന്നു. നീ തന്നെയല്ലേ നശിപ്പിച്ചേ? എന്നാ പിന്നെ നാളെ പറയോ? ആ, നാളെ പറയാം. ഇപ്പൊ പോയി കിടന്നുറങ്ങാൻ നോക്കും. കർത്താവേ, ഈ പെണ്ണിതെന്താ മിണ്ടാത്തെ? ഞാനങ്ങ് മിണ്ടി തുടങ്ങിയാലോ? നീനു, നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു? ആ, ചെയ്തു. തനിക്ക് എന്നോട് എപ്പോഴും വഴക്കാണോ? ഞാൻ ആരോടും വഴക്കല്ല. പിന്നെന്താ പറ്റിയ? ഒന്നും പറ്റിയില്ല. അതൊന്നും വീട്ടാന്ന് വെച്ചേ? സർ പ്ലീസ്, എനിക്കൊന്ന് ഉറങ്ങണമായിരുന്നു. നീനു, നീ സാറുവിളിയൊന്ന് നിർത്ത്. എനിക്കത് കേൾക്കുമ്പോ തലക്ക് ഭ്രാന്ത് പിടിക്കുക. I don't care. You don't care, right? ശരി. അയ്യോ, പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയോ? ഇപ്പൊ എന്താ ചെയ്യാ? ഹലോ, ആ നന്ദു, പറയടി. എന്താ ഈ നേരത്ത്? നന്ദു, ഇവരെന്തീ പച്ചപ്പാതിരക്ക്? സർ, വാട്ട്? ഫോണിലാരാ? താനെന്തിനാ അതൊക്കെ അറിയുന്നേ? പറയ്. എന്നെ പല ആളുകളും വിളിക്കും, അതൊന്നും താൻ അറിയേണ്ട കാര്യമില്ല. ആടി. ആ, കഴിച്ചു. നീയോ? ശരി എന്നാ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. വളരെ സ്വീറ്റ് ഡ്രീംസ്. ദേ, മതി, നിർത്തിക്കേ. എന്ത് നിർത്താൻ? ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ, നിങ്ങൾ എന്തീ കാണിക്കുന്നത്? നീ എന്റെ ഭാര്യയോ? അങ്ങനെ എല്ലാവരും ഇത്ര നേരം? അതെ, നമ്മ തമ്മിൽ പല വഴക്കുകളുണ്ടാവും, അതിൽ വേറെ ആരും ഉൾപ്പെടുത്തരുത്, എനിക്കത് ഇഷ്ടമല്ല. ആഹാ, ഞാൻ നിനക്കിവിടെ സാറല്ലേ, പിന്നെ നമ്മ തമ്മിൽ എന്ത് ബന്ധം? എന്താ നമ്മ തമ്മിലൊരു ബന്ധമില്ലേ? നീ എന്നെ സാറിനല്ലേ വിളിക്കുന്നേ? അതിന് എന്താ സാറിന് വിളിക്കാൻ പാടില്ലേ? പാടില്ല, എന്റെ ഭാര്യനെ അങ്ങനെയല്ലേ വിളിക്കുന്നത്.
പിന്നെ എൻ്റെ നീനു എന്നെ സ്വീറ്റായിട്ട് വിയേട്ടാന്ന് വിളിക്കും. ഓ പൈങ്കിളി. അതെ, ഞാനും എൻ്റെ ഭാര്യയെ കുറിച്ച് ഭയങ്കര. നിനക്കതിനിപ്പോൾ എന്താ? ഇയാള് മിക്കവാറും എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. നീനു, എന്താ? നീനു, എൻ്റെ മേത്തുനിന്ന് മാറ്. അത് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഉം? എന്ത് പറ്റിയില്ല നിനക്ക്? എന്ത് വെച്ചാൽ? രാവിലെ തൊട്ട് ഭയങ്കര മൂഡ് ഓഫ് ആണല്ലോ. ഏയ് എനിക്കൊന്നും പറ്റിയില്ല. അവിടെ നോക്കട്ടെ. എന്ത്? ആ മൂക്കൊന്ന് കാണിക്ക്, നോക്കട്ടെ. നിന്റെ ഈ ദേഷ്യത്തിന്റെ കാരണം നന്ദുവാണോ? അല്ല, സത്യമായിട്ടും? സത്യം. നിനക്കെന്നോട് ദേഷ്യമാണോ? ഇല്ല, എനിക്ക് ദേഷ്യമൊന്നുമില്ല. അന്നൊന്ന് വിയേട്ടാന്ന് വിളിച്ചേ, കേക്കട്ടെ. ഞാൻ വിളിക്കില്ല. അതെന്താ വിളിച്ചാല്? ഞാൻ വിളിക്കില്ല. ഉറപ്പാണോ? അതെ, ഉറപ്പാ. വിയേട്ടാ, വിയേട്ടാ പ്ലീസ് വെറുതെ. വിയേട്ടാ പ്ലീസ്. വിയേട്ടാ. വിയേട്ടാന്ന് വിളിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഒരു 4-5 പ്രാവശ്യം പൊളിച്ചിട്ടുണ്ടാവും അല്ലേ? അത് നിങ്ങളല്ലേ ഓരോന്നും. എന്തോരോന്നും? നീനു, നീ എത്ര നേരം എന്നോട് ഇങ്ങനെ പിണങ്ങിയിരിക്കും? എനിക്കറിയാം നിന്റെ പിണക്കത്തിന് കാരണം നന്ദുവാണ്. നിനക്കെന്നെ വിശ്വാസമില്ലേ? ഞാൻ നിന്നെ വിട്ട് പോകുമോ? എനിക്ക് വിശ്വാസമില്ലാണ്ടല്ല, എനിക്കിഷ്ടമല്ല വിയേട്ടാ നിങ്ങളങ്ങനെ ആരുടെ അടുത്തെങ്കിലും ക്ലോസ് ആയിട്ട് പെരുമാറുന്നത്. എൻ്റെ ഭാര്യക്ക് ഒട്ടും ജലസില്ലല്ലോ. അതെ, ഞാൻ സമ്മതിച്ചു, എനിക്ക് ജലസം. ബട്ട് പ്ലീസ് ഇനി എങ്ങനെ ആരുടെ അടുത്തും ക്ലോസ് ആയിട്ട് പെരുമാറില്ലേ? മേ ബി അത് വിയേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും, ബട്ട് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഞാനങ്ങനെ ചെയ്യില്ല. വഴക്കുമാറിയോ? ചെറുതായിട്ട്. ചെറുതായിട്ടോ? നീനു, നീ എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. സോ ഐ ആം ഗോയിങ് ടു പണിഷ് യു. വിയേട്ടാ. Nino, close your eyes and just feel this moment.